അങ്ങോട്ട് കൊണ്ടുപോയായിരുന്നു അറിഞ്ഞുകൊണ്ട് അവർ കുറച്ച് പേര് ചേർന്ന് എൻ്റെ കസിൻ്റെ മോനുണ്ടായിരുന്നു, അവനായിട്ട് പോയതെന്ന് എനിക്കറിയാം. ഞാൻ അറിയുന്നത് ഇങ്ങനെ തലയിൽ വെടി വെച്ച് മരണപ്പെട്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. നമസ്കാരം. കഴിഞ്ഞ ദിവസം ജിദ്ദയിൽ വെച്ച് ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിക്കവേ വെടിയേറ്റ് മരിച്ച തോമസിൻ്റെ വീട്ടിൻ്റെ മുന്നിലാണ് നമ്മളുള്ളത്. എന്താണ് അവിടെ സംഭവിച്ചതെന്നും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ തോമസിൻ്റെ ഭാര്യ തന്നെ മലയാളി വാർത്തയോട് പ്രതികരിക്കുന്നുണ്ട്. ഫെബ്രുവരി 5-ാം തീയതി ജോർദാനിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയതാണ്. 6-ാം തീയതി 6-ാം തീയതിയാണെന്ന് തോന്നുന്നു. അവിടെ എത്തിയെന്ന് സേഫായിട്ട് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ റൂമിലാണെന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് വിളിച്ചിട്ട് പിന്നെ വിളിക്കുന്നത് 9-ാം തീയതിയാണെന്ന് തോന്നുന്നു. 9-ാം തീയതിയാണ് സമയം, അതൊന്നും എനിക്കറിയാൻ പാടില്ല. വിളിച്ചിട്ട് പറഞ്ഞു, ക്രിസ്റ്റീന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ചേട്ടാ കാര്യമെന്ന് വെച്ച്. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതിന് വേറെ എനിക്കൊന്നും അറിയില്ല. പോയപ്പം പറഞ്ഞിട്ട് തന്നെയാണ് പോയത്, ജോർദാനിൽ പോകുന്നെന്ന് പറഞ്ഞ് വിസിറ്റിങ്ങിന്. അങ്ങോട്ട് കൊണ്ടുപോയായിരുന്നു അറിഞ്ഞുകൊണ്ട് അവർ കുറച്ച് പേര് ചേർന്ന് എൻ്റെ കസിൻ്റെ മോനുണ്ടായിരുന്നു, അവനായിട്ട് പോയതെന്ന് എനിക്കറിയാം. ഞാൻ അറിയുന്നത് ഇങ്ങനെ തലയിൽ വെടി വെച്ച് മരണപ്പെട്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. കൊണ്ടുവരുമെന്നും പറഞ്ഞ് എല്ലാവരും ശ്രമിക്കുന്നുണ്ട്, അതിനുവേണ്ട നടപടികളൊക്കെ എടുക്കുന്നുണ്ട് പാർട്ടിക്കാരെല്ലാം പറഞ്ഞായിരുന്നു. അവിടെ നിന്ന് ഞാൻ 24-ാം തീയതി മെയിൽ അയക്കുന്നു, 28-ാം തീയതി മെയിൽ വരുന്നു. പക്ഷെ ഞാൻ 28-ാം തീയതി നോക്കിയിട്ടും ഞാൻ കണ്ടില്ലായിരുന്നു. പിന്നെ 1-ാം തീയതി ഞാൻ വൈകിട്ട് നോക്കിയപ്പോഴാണ് മെയിൽ കിടക്കുന്നത് കണ്ടത്. അപ്പോൾ അതിലാഴ്ചയാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ വെടി കൊണ്ടതായിട്ട്, ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ഇട്ടിക്കുക എന്നും പറഞ്ഞിട്ട് മെയിൽ വന്നത്. ഞാൻ എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. മെയിൽ അയക്കാൻ എൻ്റെ ചേച്ചിയുടെ മോനായി സഹായിച്ചത്. പഠിക്കുന്ന +2 കഴിഞ്ഞ് നിൽക്കുന്ന ചെറുക്കൻ. ഓട്ടോ ഡ്രൈവറായിരുന്നു. പൈസ ഞാനല്ല കൊടുത്തത്, ചേട്ടൻ ഇടപാട് നടത്തിയത്. ഞാൻ ഇടപാട് നടത്തിയില്ല. അല്ല പൈസ ഞാനായിട്ട്, കാരണം ഒരു പ്രാവശ്യം പോയിട്ട് ഇങ്ങനെ നടക്കാത്തതുകൊണ്ട് പിന്നെ ഞാൻ പൈസ ഒന്നും ചേട്ടന് മറിച്ചു കൊടുത്തില്ല. ചേട്ടൻ തന്നെയാണ് പൈസ മറിച്ചത്, ഞാനൊന്നും മറിച്ചു കൊടുത്തിട്ടില്ല. അവിടെ എന്തോ ഇറങ്ങാൻ പറ്റിയില്ല എന്നാണ് പറയണത്. തിരിച്ചു വന്നത് അതെനിക്കറിയില്ല. ഞാൻ പൈസയായിട്ട് ഞാൻ ഇടപാടില്ല. ചേട്ടൻ തന്നെ എന്നെ അതിനു വേണ്ടി അങ്ങനെയൊന്നും അതൊന്നും എന്നോട് പറയില്ല പൈസയുടെ കാര്യത്തിൽ. എന്താ ഇവിടുന്ന് 4 പേരാണെന്ന് തോന്നുന്നു പോയത്. മാത്രമാണോ? ഇങ്ങോട്ട് വന്നായിരുന്നു. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ കിടപ്പിലായിരുന്നു, ഇതിലെ അവസ്ഥയിലായിരുന്നു. അപ്പം എനിക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് തോമസും, അതായത് ഫെബ്രുവരി 10-നാണ് തോമസിൻ്റെ ബന്ധുവായിട്ടുള്ള എഡിസണും ഉൾപ്പെടെ 4 പേർ ജിദ്ദയിൽ നിന്ന് ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത്. ഇതിനിടയിൽ ഈ ഇസ്രായേൽ സൈന്യം വെടിയുയർത്തതാണ് ഈ അപകടത്തിന് കാരണമെന്നതാണ് വിവരം. എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഭാര്യയ്ക്ക് അറിയില്ലായിരുന്നു. ഒരു ദിവസം ഈ എഡിസൺ ഫോണിൽ വിളിച്ചതോടുകൂടെയാണ് കാര്യങ്ങൾ എന്താണ് എന്ന് അറിയുന്നത്. ഇദ്ദേഹത്തിനെ കാണാനില്ല എന്ന് ഇന്ത്യൻ എംബസി വഴി ഈ ചേച്ചി പരാതി നൽകുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് തോമസ് മരണപ്പെട്ടു എന്ന കാര്യം സ്ഥിരീകരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം അവിടെ തന്നെയാണ്. അത് തിരികെ എത്തിക്കണം എങ്കിൽ പണം ആവശ്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവിടെ പണം ഈ കുടുംബം തന്നെ നൽകണമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഉള്ളത് തോമസിൻ്റെ ഭാര്യയും മാത്രമാണ്. എങ്ങനെയാണ് ഇവർ പോയത്, ഇതിനാരാണ് സഹായിച്ചവർ എവിടെയാണ് എന്നതിനെക്കുറിച്ചൊന്നും ഭാര്യയ്ക്ക് ഒരു കൃത്യമായിട്ടുള്ള വ്യക്തതയില്ല. 2ാമത്തെ തവണയാണ് ഈ ഒരു യാത്ര നടത്തിയത് എന്നതാണ് വിവരം. ആദ്യത്തെ തവണ പകുതി പോയി അവിടെ നിന്ന് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് തോമസ് പോവുകയും തോമസിൻ്റെ കൂടെ ഈ എഡിസൺ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഉണ്ടായിരുന്നത് എന്നതാണ് വിവരം.